അപ്പോൾ ഈ ദേവന്മാരാണ് എല്ലാവരുടെയും മഹാന്മാരായിട്ടുള്ള നമ്മളൊക്കെ ഭജിക്കുന്നത് ദേവന്മാരെയാണെങ്കിൽ അവരെ കീഴടക്കുന്ന ഒരു മനുഷ്യൻ വന്നാൽ എന്ത് പറ്റും? ഗന്ധർവന്മാർ നാടുകളിൽ വരാറുണ്ടെന്നും ഇപ്പം സന്ദർശിക്കാറുണ്ടെന്നുള്ള കഥ അതിൽ എത്രമാത്രം ഗന്ധർവൻ വരിക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളവരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഗന്ധർവന്മാരാണ് വരുന്നത്. അപ്പോൾ ഗന്ധർവൻ വന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഏറ്റവും നല്ല കാമം അനുഭവിക്കാനും കൊടുക്കാനും സാധിക്കുന്ന സ്ത്രീയാണെന്നാണ് അവരുടെ ധാരണ. നമ്മുടെ ഒരു തീപ്പെട്ടി വരച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് തീ വെക്കുന്നു എന്ന് വിചാരിക്കാം. തീ എവിടെയുള്ളത്? എൻ്റെ ചോദ്യം. തീപ്പെട്ടിയിലാണ് അല്ല. രംഭ, മേനക, തിലോത്തമ, അപ്സരസുമാർ, പിന്നെ ഗന്ധർവൻ, ശരിക്കും ഇവർ ആരൊക്കെയാണ്? ദേവലോകം എന്ന് പറയുന്നൊരു ലോകം, ഇന്ദ്രൻ്റെ രാജവംശം, അവിടെയുള്ള ദയാലുക്കളായ നൃത്തം, സംഗീതം, കല, ആസ്വാദനം, അങ്ങനെ ഏറ്റവും നല്ല മൃദുലമായ ക്വാളിറ്റീസ് ഉള്ളത്. ആപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം എന്നർത്ഥം, വെള്ളം, തടാകം. സര എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന, ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന. അപ്സരസ് എന്നുള്ള വാക്കിന് തന്നെ അർത്ഥമാണ് വെള്ളം പോലെ ശുദ്ധവും ആകാശം പോലെ ഉയർന്നു പോകാൻ പറ്റുന്ന. ആ ചിന്തകളുള്ള ആൾക്കാരുടെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് അപ്സരസ് എന്ന് പറയുന്നത്. അത് തിലോത്തമ മാത്രമൊന്നുമല്ല, 5-6 പേരുണ്ട്. ഗൃജപി എന്നൊക്കെ പറയുന്ന അവർ നല്ല നർത്തകിമാരാണ്, നല്ല സംഗീതമുള്ളവർ. ഗൃജപി എന്നങ്ങാണ്ട് പറഞ്ഞിട്ടൊരു വാക്കൊക്കെ ഉണ്ട്. അവർ ഏറ്റവും ദയാലുവായിട്ടുള്ളവർ. ഓരോരാളുടെയും ക്യാരക്ടേഴ്സ് വ്യത്യാസമുണ്ട്. പല കഥകളിലും ക്യാമിയോ റോൾ അവർക്ക് കൊടുക്കാറുണ്ട്. അതെ, അവിടെയൊക്കെയുള്ള ഒരു സർവൻസ്, എൻ്റർടൈനേഴ്സ്, സംഗീതത്തെ സപ്പോർട്ട് ചെയ്യുന്നത്, നൃത്തത്തെ സപ്പോർട്ട് ചെയ്യുന്നത്, പാനീയങ്ങൾ കൊടുക്കുക, അങ്ങനെ ഒരു ഷെഫിൻ്റെ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഗന്ധർവന്മാർ. അവരവിടെ ആ ലോകത്ത്, ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ഭരദ്വാജിൻ്റെ ഒരു സിനിമ സിനിമ അതെ. അപ്പോൾ ആ സിനിമയിലൊക്കെ നമുക്ക് കാണാം അവർക്ക് ഈ ലോകത്തിൽ, ആ ലോകത്തിൽ അവർക്ക് ചെയ്യാവുന്ന, കാരണം ഈ രാജാക്കന്മാർ ഭരിക്കുന്നത് പോലെ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഇന്ദ്രൻ്റെ ലോകത്തുള്ള ദേവന്മാരുടെ ലോകമാണല്ലോ. ആ ദേവന്മാർക്ക് കുറേ പോർട്ട്ഫോളിയോസ് ഉണ്ട്. നമ്മുടെ ഭരണഘടന പോലെയാണ്. ഇപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നതിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ട്, ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്, ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ ലക്ഷ്മി ഉണ്ട്. ഫിനാൻസ് മിനിസ്റ്ററാണ് ലക്ഷ്മി. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് സരസ്വതി. ഞാൻ ഗോഡ് ആൻഡ് പോർട്ട്ഫോളിയോസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബ്ലോഗ് പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു 10-20 വർഷം മുമ്പ്. അപ്പോൾ ഓരോരാൾക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ബ്രഹ്മാവിന്, അതിൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രസ്സാണ് സരസ്വതി. അപ്പോൾ നമുക്ക് ഓരോരാൾക്കും ഓരോ പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ്, ഇപ്പം നമ്മൾ ചീഫ് മിനിസ്റ്റർക്ക് 36 കാറ്, അവരുടെ വീട്ടിൽ സർവൻസ് ഉണ്ടാവും, അവർക്ക് കാർ ഓടിക്കാൻ ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള അവരുടെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് ഓഫീസേഴ്സ് ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത്. ഓഫീസേഴ്സ് ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന പോലെ അവരെ എൻ്റർടൈൻ ചെയ്യുന്ന, നോക്കി നടക്കുന്നവരാണ് ഇവർ. പക്ഷെ പൊതുവെ അപ്സരസുകളെ കാണിച്ചിരിക്കുന്നതും പറയപ്പെടുന്നതും സൗന്ദര്യമുള്ളവർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സന്യാസിമാരുടെ തപസ് ഇളക്കാൻ ശ്രമിക്കുന്നവർ. അപ്പം അതിനെ ഒരു 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 ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗന്ധർവനാണെങ്കിലും ഒരു പ്രണയത്തിൻ്റെ സിംബോളിക്കായിട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അത് ഇപ്പം നമ്മളിപ്പോൾ പറയുന്നത്, എൻ്റെ കുറേ ടീമിൽ കുറേ ആൾക്കാരുണ്ട്. അതിൽ ഓപ്പോസിഷൻ ലീഡറെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ക്യാൻവാസ് ചെയ്ത് പിടിക്കണം എന്ന് വിചാരിക്കാം. എന്ത് ചെയ്യണം? ഇവിടെയുള്ള കുക്കിനെ അവിടത്തേക്ക് പറഞ്ഞേക്കുക. അങ്ങനെയാണല്ലോ ചെയ്യുക. എന്തിനാ ഈ സന്യാസിമാർ തപസ് ചെയ്യുന്നത്? പണ്ട് അവർക്ക് വരം കിട്ടുന്നത് എന്തെങ്കിലും ഒരു ശാപം കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഈ സന്യാസിമാരിലും വ്യത്യസ്തമായിട്ടുള്ള ഗ്രേഡുകളുണ്ട്. രാജർഷി, ബ്രഹ്മർഷി എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് പവർ കൂടുകയാണ്. രാജർഷി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരു രാജാവിനെയൊക്കെ കൊല്ലാൻ പറ്റുള്ളൂ. ബ്രഹ്മർഷി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്കും അവർക്ക് ദേവന്മാരെ പോലും ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ ദേവന്മാരാണ് എല്ലാവരുടെയും മഹാന്മാരായിട്ടുള്ള നമ്മളൊക്കെ ഭജിക്കുന്നത് ദേവന്മാരെയാണെങ്കിൽ അവരെ കീഴടക്കുന്ന ഒരു മനുഷ്യൻ വന്നാൽ എന്ത് പറ്റും? ദേവന്മാരുടെ പൊസിഷൻ ഇല്ലാണ്ട്. അപ്പോൾ ആ പൊസിഷൻ ഇല്ലാണ്ട് ആരെങ്കിലും തപസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തപസ് ഇളക്കുക എന്നുള്ളതിന് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കുക്കിനെ പറഞ്ഞു വിട്ടിട്ട് ഓപ്പോസിഷൻ ലീഡറുടെ ചോറിൽ പോയ്സൺ ഇടാൻ പറ്റുമോ നോക്കും. അതുപോലെ ഒരാളെ പറഞ്ഞയച്ചിട്ട് അവിടെ എന്തൊക്കെ കുലുമാലുണ്ടാക്കാൻ പറ്റും, അയാളുടെ മനസ്സിനെ എങ്ങനെയൊക്കെ ഇളക്കാൻ പറ്റും. ആ സമയത്ത് ശാപം മേടിക്കുന്ന അപ്സരസുകളുണ്ട്. ആ സമയത്ത് ഗന്ധർവന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നാലെ നടക്കേണ്ട ഒരു ബോഡി ഗാർഡ് പോലെ ചിലപ്പം ഗന്ധർവനെയും പറഞ്ഞേക്കും. എന്നിട്ട് അവർ നോക്കും ഇതൊക്കെയാണ്, ഇത് റിപ്പോർട്ട് ചെയ്യാനുമായിരിക്കും ദേവന്മാർക്ക്. ഇനി ഇവരെന്താ പറയുന്നത് അവിടെ പോയിട്ട്, ചിലർക്ക് അങ്ങനെയും തോന്നാം. അപ്പോൾ ഇത്തരം കുറേ കഥകൾ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മളെ തന്നെ കോൺട്രാക്റ്റ് ചെയ്യുന്ന
എല്ലാവരുടെയും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഏത് ഇതിഹാസ പുരാണങ്ങളിലും പ്രണയവും അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും. ഇപ്പം മേഘസന്ദേശത്തിൽ യക്ഷൻ്റെ കഥ, യക്ഷൻ എന്ന് പറയുന്നത് വിവാഹം കഴിച്ച് വന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ മുതൽ ഡ്യൂട്ടി ചെയ്യാനൊന്നും കൃത്യസമയത്ത് എത്താത്ത കൃത്യപ്പിഴ പിണയുകയാൽ സ്വപ്രഭാവങ്ങൾ പോയി എന്നാണ് പറയുക. എൻ്റെ പ്രഭാവം പൊസിഷനൊക്കെ നഷ്ടപ്പെടുകയാണ് കൃത്യപ്പിഴ പിണയുന്നുണ്ട്. ആ ഒരു കഥ നമ്മൾ പറയുന്നത് എന്തുകൊണ്ട്, കുബേരൻ്റെ നാട്ടിലാണ് അദ്ദേഹം കാവൽക്കാരനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു രാജാവിന് ഒരു സബോർഡിനേറ്റോട് തോന്നുന്ന ഏതൊക്കെ സംഭവങ്ങളാണോ അതിന് കാരണക്കാരാണെന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതിനൊക്കെ കാരണം അവരുടെ കോൺസെൻട്രേഷൻ, ഫോക്കസ് പോയി എന്നുള്ളതാണ്. അങ്ങനെ ഫോക്കസ് പിന്നെ പോയി കിട്ടാൽ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന തപസ് ഇല്ലാണ്ടാവും. അപ്പോൾ അതിനാണ് ഇവരെയൊക്കെ മെസ്സഞ്ചേഴ്സായിട്ടും അവരുടെ സ്പൈ ആയിട്ടും ഒക്കെ അയക്കുന്നത്. അത് വളരെ എളുപ്പമാണ്, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഓരോ കേസുകളും കേട്ടാറില്ലേ, ചാരക്കേസ് മുതൽ അല്ലെങ്കിൽ സ്പൈയിങ് എബ്രോഡിൽ നടക്കുന്നത്, വ്ളോഗറായിട്ട് പുറത്തു പോകുന്നതും അവിടെ ഇവിടെയൊക്കെ പോകുന്നതും, എല്ലാ വലിയ വലിയ പിന്നെ പ്രസിഡന്റുമാരുടെയും അവസാനം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരൊക്കെ ഇത് പണ്ടേ ഉള്ളതാണ്. ഇതിലെല്ലാം എപ്പോഴും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു അപ്സരസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ റിയൽ ലൈഫിൽ അങ്ങനെ ഒരാളുണ്ടാവുമല്ലോ, അപ്പോൾ ഈ അപ്സരസുകളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരായിരുന്നു അത്? അല്ല, ഇതിലെല്ലാവർക്കും ഓരോരോ റോളുണ്ട്. പക്ഷെ ആരെയാണ് ഏത് ആവശ്യത്തിനാണ്, ഇപ്പം ദുർവാസാവിൻ്റെ അടുത്ത് പോകണമെങ്കിൽ കുറച്ചും കൂടി തൻ്റെ ഉള്ളവരൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ IFSകാരും, ഇന്ത്യൻ ഫോറിൻ സർവീസിലുള്ള എല്ലാവരും നമ്മൾ അംബാസിഡറായിട്ട് അമേരിക്കയിലേക്ക് അയക്കുമോ? ഇല്ല. അവർ കുറേ പണി ചെയ്ത് സീനിയർ ആകുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ ഈ രംഭ, തിലോത്തമ ഒക്കെ ആദ്യം വരുന്നത്. അതിൽ ഇവർക്കൊക്കെ നല്ല, രംഭക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, തിലോത്തമയാണ് നെക്സ്റ്റ്. അങ്ങനെ അവസാനം വരുന്ന, എന്താ ഞാൻ പറഞ്ഞില്ലേ, റിജിബി അങ്ങാണ്ടൊരു പേരൊക്കെ ഉണ്ട്. ഇപ്പം ഒരു കഥകൾ കേട്ടിട്ടുണ്ട്, അതായത് ഗന്ധർവന്മാർ നാടുകളിൽ വരാറുണ്ടെന്നും ഇപ്പം സന്ദർശിക്കാറുണ്ടെന്നും ഉള്ള കഥകൾ. അതിൽ എത്രമാത്രം ഈ ഗന്ധർവന്മാർ ആരുടെയെങ്കിലും സ്ത്രീകൾ, ഏറ്റവും നല്ല സ്ത്രീകൾ, കാരണം അവരൊക്കെ അവിടുത്തെ സ്ത്രീകൾ എന്ന് പറയുന്നത് ദേവന്മാർക്കുള്ളതാണ്. അപ്പോൾ ഇവരെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കാണാനേ പറ്റുള്ളൂ, തൊടാനും പിന്നെ ആസ്വദിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഹോളിഡേ വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ പറ്റുന്ന സ്ഥലം. ഇപ്പം നേവിയിലെ ഓഫീസേഴ്സൊക്കെ പുറത്ത് വന്നിട്ട്, കാരണം അവിടെ ഒരു സ്ത്രീകളും ഇല്ലല്ലോ നേവിയിലൊക്കെ, ഇല്ലാത്തൊരു കാലത്ത്, ഇപ്പം ഉണ്ട്. അപ്പോൾ അവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ആ സിറ്റിയിൽ എന്ന് പറയാം, സാധാരണ കഥയിൽ അതുപോലെയാണ്. അപ്പോൾ അതുപോലെ ഇത്തരം ആൾക്കാർ പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടാവുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത്, അത് കിട്ടുന്നതിന് പ്രാർത്ഥിച്ചിരിക്കുന്ന കുറേ പിന്നെ ഭൂമിയിൽ സ്ത്രീകളുണ്ടെന്നാണ് പറയുന്നത്. ഗന്ധർവൻ വരിക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളവരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഗന്ധർവന്മാരാണ് വരുന്നത്. അപ്പോൾ ഗന്ധർവൻ വന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ആ ഏറ്റവും നല്ല കാമം അനുഭവിക്കാനും കൊടുക്കാനും സാധിക്കുന്ന സ്ത്രീയാണെന്നാണ് അവരുടെ ധാരണ. അപ്പോൾ ഗന്ധർവൻ വരിക എന്ന് പറയുന്നത്, ഗന്ധർവം കൂടുക എന്ന് പറയുന്നത് മോശമല്ല. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന കുറേ സ്ത്രീകളുണ്ടായിരുന്നു ഒരു കാലത്ത് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അത് നല്ലതാണ്, അതൊരു ഗിഫ്റ്റ് ആയിട്ടാണ് കരുതുക ഗന്ധർവന്മാർ. പക്ഷേ ഒരു പരിധി വരെ ഇവർ രണ്ടുപേരും, ഗന്ധർവനെ ആണെങ്കിലും അപ്സരസിനെ ആണെങ്കിലും, ഒരു കാമത്തിൻ്റെ പ്രതിയായിട്ടാണ് കാണിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് പറയപ്പെടുന്നത് മോശമാണെന്ന് പറയത്തില്ല. അത് നമ്മൾ അറിയേണ്ടത്, കാമദേവൻ എന്ന് പറയുന്നത് ദേവനാണ്. കാമദേവന്റെ ഭാര്യയെ പോലും ഇതിനുപയോഗിക്കുന്ന സന്ദർഭങ്ങളും, കാമദേവൻ വന്നതുകൊണ്ട് ശിവൻ കാമദേവനെ കൊല്ലുന്നു. അതിൽ നിന്ന് ഭർത്താവിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കാമദേവന്റെ ഭാര്യ പോയിട്ട് കെഞ്ചുന്നുണ്ട്. ഭാര്യയാണ് ശിവനെ പ്രലോഭിപ്പിക്കാൻ അല്ല, എന്നിട്ട് ചോദിച്ചിട്ടാണ് അവസാനം കിട്ടുന്നത്. അതൊക്കെ നടന്ന ഇപ്പൊ ആസാമിൽ ഗോഹട്ടിയിൽ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ വെച്ചാണ് തപസ്സിരുന്നതെന്നും അവിടെ വെച്ചാണ് രക്ഷപ്പെട്ടതെന്നും അവിടെയാണ് ഉമാദേവി ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പമുള്ളതും. ഞാൻ അവിടെയൊക്കെ പോയിട്ട് ഉള്ള കുറേ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ കഥകൾ കേൾക്കുമ്പോൾ, ഉമ എന്തിനാണ് ശിവനെ പ്രാർത്ഥിച്ചത്? ശിവന് എന്നിൽ കാമമുണ്ടാവണേ എന്നാഗ്രഹിക്കുകയാണ്, അപ്പോഴല്ലേ വിവാഹം കഴിക്കുള്ളൂ. അപ്പോൾ വിവാഹം എന്ന് പറയുന്നൊരു സങ്കല്പവും അതിൽ കാമം എന്ന് പറയുന്ന സങ്കല്പവും ദോഷമല്ല, അതൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളാണ് എന്ന് വിശ്വസിക്കുന്നവർ പോലും ഉണ്ടല്ലോ. അപ്പം ഹിമവാന്റെ പുത്രി എന്ന് പറയുന്ന ഒരാൾ തപസ് ചെയ്യുന്നത് എത്രയോ കാലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും, അച്ഛൻ ആക്സെപ്റ്റ് ചെയ്യാത്ത മക്കളുടെ ഹസ്ബൻഡ്, ഇതൊക്കെ നമ്മുടെ പുരാണ കഥ. ഇന്ന് നടക്കുന്ന ഇതേ റെപ്രസെൻറ്റേഷനും ഇതേ കഥകളും ഒക്കെയാണ്. അന്ന് ഇതിനൊക്കെ ഫ്രീഡം ഉണ്ടായിരുന്നു. അത് പക്ഷെ നല്ലൊരു വിഷനോടുകൂടി
ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മഹാപുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ചെയ്തത് മാത്രമേ നമ്മൾ കഥകളായിട്ട് അറിയുള്ളൂ. ആ കാലത്ത് അറിയപ്പെടാത്ത എത്രയോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം മനുഷ്യ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കണം, ഇത് സംഭവിക്കും. ഇതിന്റെ ഒരു പ്രതിനിധിയായിട്ടാണോ ഈ എല്ലാ കഥകളും എല്ലാ ആൾക്കാരെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ? നമ്മൾ പറയുന്നത്, ഞാനിപ്പോൾ പറയുന്നത് ഒരു വലിയൊരു ഹിസ്റ്ററി എഴുതുമ്പോൾ എല്ലാവരെയും ഹീറോ ആക്കില്ല. ആ രാമൻ എന്ന് പറയുന്നത് ഞാനാണെന്നും, രാവണൻ എന്ന് പറയുന്നത് ഞാനാണെന്നും, ലക്ഷ്മണൻ എന്ന് പറയുന്നത് എന്നിലുള്ളതാണെന്നും, ഈ ക്യാരക്ടേഴ്സൊക്കെ ഞാനാണെന്ന് അറിയുന്നത് പോലെ തന്നെ ഓരോ സ്വഭാവത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ദേവതാദേവതന്മാരും ഒക്കെ എൻ്റെ ഉള്ളിലുള്ള തോന്നലുകളാണെന്ന് നമ്മൾ അറിയുമ്പോഴാണ് ഈ സങ്കല്പങ്ങൾക്കൊക്കെ ഞാൻ എന്ന വ്യക്തിയെ ശുദ്ധീകരിക്കാനും മനസ്സിലാക്കാനും നിർണ്ണയിക്കാനും അതിനെ റീഡിഫൈൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് നമ്മൾ അറിയേണ്ടത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയോട് ചോദിക്കുകയാണ്, അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഈ ഒരു അതിമാനുഷിക ശക്തിയുള്ള ദേവന്മാരും ദേവികളും നമ്മുടെ ഉള്ളിലും കാണത്തില്ലേ? നമുക്കും അതിമാനുഷിക ശക്തികൾ കൈവരിക്കാൻ പറ്റും. ബൈ ബർത്ത് നമ്മളൊക്കെ ഒരു ബ്രഹ്മാവിൻ്റെ സങ്കല്പം നമ്മുടെ ഉള്ളിലുള്ളതാണ്. നമ്മളിൽ തന്നെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ടാവില്ലേ? ആ കഴിവുകളിൽ ഒരു ചെറിയ അംശം പെട്ടെന്ന് സ്പാർക്കായിട്ട് കാണുന്നവരാണ് നമ്മൾ കാണുന്ന വിവേകാനന്ദ സ്വാമികളും ശങ്കരാചാര്യരും ഒക്കെ. നമുക്ക് ആ കഴിവില്ലല്ലോ. നമുക്കെന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്? ഓരോരോ വ്യക്തിക്കും ഞാൻ പറഞ്ഞില്ലേ, കുറേ പൂക്കളുണ്ടെങ്കിലും ഒന്നിന് മാത്രം ചിലപ്പോൾ അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കപ്പെടുന്നത് കൊണ്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട്, അതിനെ എടുത്തു കാണിക്കുന്നതുകൊണ്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ സാധിക്കുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളൊക്കെയാണ് നമ്മളീ പറയുന്നത്. നമ്മളീ പറയുന്ന ശങ്കരാചാര്യരും അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികൾക്ക് മുമ്പ് എത്രയോ പേര് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ലല്ലോ. ആലോചിച്ച് നോക്കുക, ടാഗോറിനെ കുറിച്ച്. ടാഗോറിൻ്റെ വീട്ടിൽ ഓരോ മുറികളും ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓരോ രാജ്യങ്ങളാണ്. ഒരു മുറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ജപ്പാനാണ്, അടുത്ത മുറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചൈനയാണ്, അടുത്ത മുറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അമേരിക്കയാണ്. കാരണം ടാഗോർ അവിടെയൊക്കെ പോയ സമയത്ത് അവിടുത്തെ പ്രസിഡന്റുമാരെ കണ്ടിട്ടുള്ള പടങ്ങൾ വെച്ചത് അവിടെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളെക്കാളും പ്രാധാന്യം ആ രാജ്യത്തിനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ലോകത്തിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ടായി എന്ന് നമുക്ക് അവിടെയൊക്കെ പോയി കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുള്ള ഒരാളല്ല, ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നൊരു വ്യക്തിയാവുകയാണ്. പക്ഷെ അതിൽ ആഗ്രഹങ്ങൾ ഇൻഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ അപ്സരസും ഇവർക്കൊക്കെ. അത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നതാണോ അല്ല നമുക്ക് വേണ്ടി വേറൊരാൾ ഇൻഡ്യൂസ് ചെയ്യപ്പെടുത്തിയിട്ട് ആ ഒരു രംഗം ഉണ്ടാക്കുകയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഒന്നുകിൽ നമ്മുടെ ഉള്ളിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി നമ്മളിൽ ഉണ്ടാക്കിയ കോൺഷ്യസ്ലി അൺകോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്ലി കോൺഷ്യസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗന്ധർവന്മാരാണെങ്കിലും അപ്സരസ് ആണെങ്കിലും ആ സമൂഹത്തിൽ ഇപ്പോൾ ദേവലോകത്ത് ഇവർക്ക് ഒരു പോസിറ്റീവ് ഇമേജ് ആണോ ഒരു നെഗറ്റീവ് ഇമേജ് ആണോ? അത് ഹൈലി പോസിറ്റീവ് ആണ്. അത് ചീഫ് ഷെഫ് പോലെയാണ്. നമ്മൾ ഈ പറയുന്ന 5 ആൾ മാത്രമൊന്നും അല്ല. അപ്സരസ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഉണ്ടാവും. അതിൽ നമ്മൾ സീനിയർ ആയിട്ടുള്ള ഒരു 5 പേരെ അറിയുന്നത് മാത്രം. ഇപ്പൊ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മോദി മാത്രമാണോ? ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഗവൺമെന്റ് സർവന്റും ഗവൺമെന്റ് സർവന്റ് അല്ലേ? അതിൽ 3 ലക്ഷം ഗവൺമെന്റ് സർവൻസ് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ആകെ 3 ലക്ഷം ഗവൺമെന്റ് സർവൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും അറിയപ്പെടുമോ? ഇല്ല. അതിൽ മെയിനായിട്ട് ഡാൻസ് ചെയ്യുന്നത് മോദിയാണ്. അത്രേ അറിയുള്ളൂ, അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. അതിൽ 1 or 2 പേരെ നമ്മൾ ആ ഗ്രഡേഷനിൽ അറിയുന്നു മാത്രം. അതുകൊണ്ട് ഇവരുടെ എണ്ണം നമുക്കൊന്നും അറിയാത്തത്രയും എണ്ണം ഉണ്ടായിട്ടുണ്ടാവും. അതിൽ കുറച്ച് പേർക്ക് പ്രാധാന്യമുള്ളവർ അവർ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകുന്നു. ഇപ്പോൾ മോദി അമേരിക്ക പോകുന്നു എന്ന് മെയിൻ ഹെഡിങ് വന്നാൽ മോദി ഒറ്റക്കാണ് പോകുന്നത്. ഒരു എയർക്രാഫ്റ്റിൽ അവരുടെ കൂടെ 80 പേരും ഉണ്ടാവും ഇല്ലേ? ഇപ്പോൾ മോദി ഗംഗാ സ്നാനത്തിന് പോയി, മോദി ഒറ്റക്കാണോ ഗംഗാ സ്നാനത്തിന് പോവുക? അതിൻ്റെ പടം വരണമെങ്കിൽ 10 ഫോട്ടോഗ്രാഫേഴ്സിനെയും കൂടെ കൊണ്ടുപോണ്ടേ വേണ്ടേ? അപ്പോൾ ഇത് സാധാരണമാണ്. അപ്പോൾ TPS പറയുന്നതനുസരിച്ച് ഈ ഗന്ധർവന്മാരും അപ്സരസും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ കാണാതെ പോകുന്നുണ്ട്. അന്ന് നമ്മൾ കഥകളിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളതുകൊണ്ട് അവരെ കുറിച്ച് നമ്മൾ ഇപ്പോൾ അറിയുന്നു. ഇന്ന് കഥകളില്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഉള്ളിൽ വെച്ച് അതിൻ്റെ ഒരു അംശം നമ്മളോട് പറയുമ്പോഴാണ് ആരും കാണാത്ത ചില ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല കഴിവ് കിട്ടിയിട്ടുള്ള ആളാണ് ശങ്കരൻ. അതുകൊണ്ട് ഭാഷ്യകാരൻ എന്നാണ്. ഭഗവാൻ ശങ്കരൻ്റെ പേര് ശങ്കരൻ ആദിശങ്കരൻ എന്ന് ആരും പറയാറില്ല. നമ്മളിപ്പോൾ കൊളോക്കിയൽ പറയുമ്പോൾ ശങ്കരൻ ആദിശങ്കരൻ എന്നല്ലാതെ ഭഗവാൻ ഭാഷ്യകാരൻ, ഇൻറ്റർപ്രറ്റർ എന്നാണ്. ഇൻറ്റർപ്രറ്റർ ഭഗവാനാണ്. ഭഗവാൻ എഴുത്തുകാരൻ ആരാന്ന് ചോദിച്ചാൽ വ്യാസനാണ്. ഓക്കെ. അതുപോലെ ആ വ്യാസൻ എഴുതിയിട്ടുള്ളതിനൊക്കെ ആരാണ് ഭാഷ്യം കൊടുത്തത്, നമുക്കറിയുന്ന ഭാഷയിലേക്ക് അത് മാറ്റി നമുക്ക് പറഞ്ഞു തന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഭാഷ്യകാരൻ.
ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിവുള്ള ആദിശങ്കരാചാര്യർ. അപ്പോൾ ആദിശങ്കരാചാര്യർ എന്നുള്ളതിൻ്റെ മുമ്പിൽ ഈ ഭഗവാൻ ഭാഷ്യകാരെന്ന് അങ്ങനെ മാത്രം പറയുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ? ഈ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭഗവാൻ ഭാഷ്യകാരെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആരാന്ന് പോലും അറിയില്ല പലർക്കും. ആ അറിയാനുള്ള അറിവെങ്കിലും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു ലേശെങ്കിലൊക്കെ പൊടിയൊക്കെ പറ്റി നിൽക്കുന്ന മനുഷ്യനായിട്ട് മാറുന്നത്. ഗുരുക്കന്മാരൊക്കെ ഭഗവാൻ ഭാഷ്യകാരൻ എന്ന് മാത്രമേ പറയാറുള്ളൂ. ഇന്റർപ്രട്ടർ എന്നൊരു പേര് തന്നെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ലീഡർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരാളുടെ പേര്, ഒരു ലീഡറേ ഉള്ളൂ അല്ല, അത് ഒരു ബ്രാൻഡാണ്. അങ്ങനെ ബ്രാൻഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മഹാന്മാരൊക്കെ ഉണ്ടാവണമെങ്കിൽ അവരത്രയും കഴിവും ഒക്കെ ഉള്ളവരായിട്ടുണ്ടാവും. എല്ലാവർക്കും ഉണ്ടോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഇപ്പം നമ്മളൊരു തീപ്പെട്ടി വരച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് തീ വെക്കുന്നു എന്ന് വിചാരിക്കാം. തീ എവിടെയുള്ളത്? എൻ്റെ ചോദ്യം ഇതാണ്. തീപ്പെട്ടിയിലാണ്, കൊള്ളിയിലല്ലേ? അല്ല, തീ കൊള്ളിയിലാണെങ്കിൽ കൊള്ളി മാത്രമല്ലേ തെളിയേണ്ടത്. ആ തീപ്പെട്ടിയിൽ തീക്കൊള്ളി എന്തുകൊണ്ടാണ് കത്തുന്നത്? അതിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ളൊരു മരുന്നുള്ളതുകൊണ്ടാണ്. അത് സ്പാർക്ക് ഉണ്ടാകുമ്പോൾ അത് സ്പാർക്ക് ഉണ്ടാക്കുന്നു. പക്ഷെ തീ ഉണ്ടാവുന്നത് എവിടെയാണ്? ഈ കൊള്ളിയിലാണ്. ആ കൊള്ളി എൻ്റെ അടുത്ത് ഷർട്ടിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും ഇത് കത്തുന്നുണ്ടെങ്കിൽ തീ എവിടെയാണുള്ളത്? ഇതിനകത്താണുള്ളത്. കത്തുന്നത് കൊള്ളി അല്ലല്ലോ, ഇതല്ലേ കത്തുന്നത്. അപ്പൊ ഇതിനകത്തൊരു തീ ഉണ്ടായാലല്ലേ അത് കത്തുള്ളൂ. മനസ്സിലാണ്ട്? അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ഈ തീയുണ്ട്. ആ തീ എപ്പോഴും ജ്വലിക്കുന്നു എന്ന് വെച്ചാൽ ഏതാണോ എൻ്റെ അടുത്ത് എത്തുന്നത് അതിന് തീ ഉള്ളതാണെങ്കിൽ എനിക്കും തീ ഉണ്ടാവും. അതാണ് സത്സംഗ് എന്ന വാക്കിനർത്ഥം. അത് ശരിക്കും കത്താൻ സഹായിക്കുന്ന ഒരു വസ്തുവാണെന്നുള്ളതിനപ്പുറം, അതെ, കത്താൻ സഹായിക്കുന്ന ചൂട് കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അറിയാതെ ഇത് കത്തിപ്പോവും. എനിക്ക് തീയും വേണ്ട കൊള്ളിയും വേണ്ട, നല്ലൊരു കോൺവെക്സ് ലെൻസ് എടുത്തിട്ട് സൂര്യപ്രകാശത്തിന് മുമ്പിൽ എൻ്റെ ഷർട്ട് വെച്ചാൽ അത് കത്തില്ലേ? അല്ലേ? അപ്പോൾ ഏതിലാണ് തീ ഉള്ളത്? സൂര്യപ്രകാശത്തിൽ തീയുണ്ട്. അത് തെളിയിക്കണമെങ്കിൽ ഇവിടെ തീ ഉണ്ടാവണം. അത് വെള്ളത്തിൻ്റെ മുകളിൽ കാണിച്ചാൽ ഉണ്ടാവില്ല, കാരണം വെള്ളത്തിന് തീയില്ല. മണ്ണിൽ തീയില്ല. പക്ഷെ തീ ഉണ്ടാവുന്ന കുറേ വസ്തുക്കളിൽ തീയുണ്ട്. അപ്പോൾ പഞ്ചഭൂതാത്മകമായ നമ്മുടെ ശരീരത്തിൽ ഏതിനാണോ പ്രാധാന്യം അത് ജ്വലിക്കപ്പെടും. അത് എൻ്റെ കവിത്വമാവാം, എൻ്റെ അറിവാവാം, എൻ്റെ പഠനമാവാം. അതിന് ഈ സന്മനസ്സുള്ള വലിയ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ ഒന്ന് സ്പാർക്ക് കിട്ടുമ്പോഴാണ് നമുക്കൊക്കെ ഈ ചെറിയ അംശങ്ങളൊക്കെ കിട്ടിപ്പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ചൊല്ലുന്നത് സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മത് ആചാര്യപര്യന്തം വന്ദേ ഗുരു പരമ്പര എന്ന് പറയുന്ന സമയത്ത് വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. ഞാനിത് മനസ്സാ വാച കാണണം. കണ്ടിട്ട് എൻ്റെ ഗുരു എന്നെ ടച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് അറിവ് കിട്ടിയത് എന്നുള്ള ബോധം എന്നിലുണ്ടാവുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സ്പാർക്ക് ഉണ്ടല്ലോ. ആ സ്പാർക്കാണ് ഇതൊക്കെ പറയിപ്പിക്കാനും ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമുക്കിതുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനേക്കാളും മുകളിലുണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക.